ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് നിങ്ങൾ ജസ്റ്റ് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ കേരളത്തിൽ നിന്ന് ദുബായിലേക്കോ അമേരിക്കയിലേക്കോ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു വിമാനത്തിൽ കയറിയിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ട് 37 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം? അത്തരത്തിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 37 വർഷങ്ങൾക്ക് ശേഷം ലാൻഡ് ചെയ്ത ഒരു വിമാനത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്എൻ വേൾഡ്. ആയിരത്തി 1955 ജൂലൈ 2 ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്ക് 57 യാത്രക്കാരുമായിട്ട് പാൻ അമേരിക്കൻ വിമാനമായ ഫ്ലൈറ്റ് 914 കുതിച്ചുയർന്നു. യാതൊരു വിധത്തിലുള്ള സാങ്കേതിക തകരാറുകളോ കാലാവസ്ഥാ പ്രശ്നങ്ങളോ ഇല്ലാതെ ഇരുന്നിട്ടുകൂടി ആ വിമാനം ഇടയ്ക്കെപ്പോഴോ വെച്ച് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. സാധാരണഗതിയിൽ 3 മണിക്കൂറാണ് ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്ക് ഒരു വിമാനം എത്തിച്ചേരാൻ എടുക്കുന്ന സമയം. എന്നാൽ ആ സമയം കഴിഞ്ഞപ്പോഴും വിമാനം എത്തിച്ചേരാതായതോടെ മിയാമിയിലേക്ക് എയർപോർട്ട് അധികൃതർ ന്യൂയോർക്കുമായിട്ട് ബന്ധപ്പെട്ടു. എന്നാൽ വിമാനം ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു അവർക്കറിയാൻ സാധിച്ചത്. അതോടുകൂടി 2 വിമാനത്താവളത്തിലെ അധികൃതരും ചേർന്ന് വിമാനവുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും കിട്ടിയില്ല. എത്ര ശ്രമിച്ചിട്ടും വിമാനവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തതായതോടെ എയർപോർട്ട് അധികൃതർ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞു, വിമാനം യാത്രയ്ക്കിടെ തകർന്നു വീണ് കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന്. തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ നടത്തിയെങ്കിലും അവർക്ക് യാതൊരു രീതിയിലുള്ള തെളിവുകളും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ സമയത്ത് 57 യാത്രക്കാരും 4 ജീവനക്കാരുമായിട്ട് പറന്നുയർന്ന ഈ വിമാനത്തിൻ്റെ വാർത്തകൾ ലോകമെമ്പാടും ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും അവർക്ക് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. സമയം വൈകുന്തോറും വിമാനത്തിലെ യാത്രക്കാരുടെ ബന്ധുക്കൾ പ്രശ്നമുണ്ടാകാൻ തുടങ്ങിയതോടെ വിമാനം കമ്പനി ഒരു വാർത്ത പുറത്തുവിട്ടു. വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും ജീവനക്കാരും വിമാനം തകർന്നു വീണ് മരിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു അവർ പുറത്തുവിട്ട വാർത്ത. അതോടുകൂടി വിമാനം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. തുടർന്ന് വർഷങ്ങളേറെ കഴിഞ്ഞു പോയതോടെ എല്ലാവരും പതിയെ ഈ കാര്യങ്ങളെല്ലാം മറന്നു തുടങ്ങിയ ഈ വിമാനത്തിൻ്റെ ചർച്ചകൾ പിന്നീട് തുടങ്ങുന്നത് 37 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അതായത് 1992 സെപ്റ്റംബർ 9 വെനസ്വേലയിലെ കറാക്കസ് എയർപോർട്ടിൽ എയർ ട്രാഫിക് കൺട്രോളായി ജോലി ചെയ്തിരുന്ന ജുവനാസ് ടെലക്കോട്ട എന്ന് പറയുന്ന വ്യക്തി സാധാരണ പോലെ ജോലി ചെയ്യാൻ എയർപോർട്ടിലേക്ക് എത്തിയതായിരുന്നു. ഈ സമയത്ത് റഡാറുകൾ പരിശോധിക്കുന്ന സമയത്ത് റഡാറിൽ ഒരു ഡോട്ട് അദ്ദേഹം കണ്ടു. ഈ ഡോട്ട് റഡാറിൽ പറ്റിയ എന്തെങ്കിലും തകരാറായിരിക്കുമെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ഇതൊരു വിമാനമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം ഈ സമയത്ത് ലാൻഡ് ചെയ്യാനുള്ള വിമാനങ്ങളുടെ കണക്കെടുക്കുകയും അങ്ങനെ ഒരു വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വിമാനവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ആ വിമാനത്തിൽ നിന്ന് പ്രതികരണങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. എന്നാൽ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം വിമാനത്തിൽ നിന്ന് ഒരു പ്രതികരണം അദ്ദേഹത്തിന് ലഭിച്ചു. ഞങ്ങളിപ്പോൾ എവിടെയാണ് എന്നായിരുന്നു ആ വിമാനത്തിൽ നിന്നും വന്ന സന്ദേശം. ഈ സമയത്ത് ജുവനാസ് ടെലക്കോട്ട നിങ്ങളുടെ വിമാനം കറാക്കസ് എയർപോർട്ടിൻ്റെ പരിധിയിലാണെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് വിമാനത്തിലെ പൈലറ്റിനോട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. ഈ സമയത്ത് പൈലറ്റ് കൊടുത്ത മറുപടി അദ്ദേഹത്തെ വളരെയധികം ഞെട്ടിച്ചിരുന്നു. കാരണം പൈലറ്റ് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് 1955 ജൂലൈ 2 രാവിലെ 9:55 മിയാമിയിലെ എയർപോർട്ടിൽ ഇറങ്ങണമെന്നായിരുന്നു. ജുവനസ് ടെലക്കോട്ട നിൽക്കുന്നതിൻ്റെ 37 വർഷങ്ങൾക്ക് മുമ്പുള്ള ഡേറ്റാണ് പൈലറ്റ് പറഞ്ഞിരുന്നത്. ഇത് ജുവനസ് ടെലക്കോട്ടയുടെ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകൾ ഉണർത്തിയെങ്കിലും വിമാനത്തിലെ യാത്രക്കാരുടെ ജീവനെ മാനിച്ച് അദ്ദേഹം അവർക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിമാനം ലാൻഡ് ചെയ്യാൻ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് വിമാനത്തിൻ്റെ രൂപം അവർക്ക് മനസ്സിലായത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെർബിയൻ എഞ്ചിനുകൾക്ക് പകരം ഈ വിമാനത്തിനുണ്ടായിരുന്നത് പ്രൊപ്പല്ലർ എഞ്ചിനീയറുകളായിരുന്നു. അതായത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിമാനമായിരുന്നു അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. എന്നിരുന്നാലും വിമാനത്തിലെ യാത്രക്കാരുടെ ജീവൻ മാനിച്ച് അദ്ദേഹം അവർക്ക് ലാൻഡ് ചെയ്യാനുള്ള
സൗകര്യം ഒരുക്കി കൊടുത്തു. തുടർന്ന് വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം എയർപോർട്ടിലെ ജീവനക്കാരോട് യാത്രക്കാരെ പുറത്തിറക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് അദ്ദേഹം വിമാനത്തിലെ പൈലറ്റുമായിട്ട് വീണ്ടും സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഈ സമയത്ത് അദ്ദേഹം പൈലറ്റിനോട് ഒരു കാര്യം ചോദിച്ചു. ഇന്ന് 1992 സെപ്റ്റംബർ 9 ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ എന്ന്. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി വലിയൊരു മൗനമായിരുന്നു. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പൈലറ്റ് എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ആശ്ചര്യത്തോടെ ചോദിച്ചു. ഈ സമയത്ത് എയർപോർട്ടിലെ ജീവനക്കാർ യാത്രക്കാരെ പുറത്തിറക്കാൻ വേണ്ടി വിമാനത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നു. എന്നാൽ അവരെ അവിടെ കാത്തിരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യമായിരുന്നു. അവരാരും പ്രതീക്ഷിക്കാതെ വിമാനത്തിൻ്റെ പൈലറ്റ് വിമാനത്തിൻ്റെ എൻജിനുകൾ ഓണാക്കുകയും ടേക്ക് ഓഫിനുള്ള അനുമതി ലഭിക്കാതെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ജുവൻസ് ടെലക്കോട്ട നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയ ആപത്താണെന്ന് അവർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പറന്നുയർന്നുകൊണ്ടിരുന്നു. ശേഷം ആ വിമാനത്തിൻ്റെ സിഗ്നൽ റഡാറിൽ നിന്ന് മെല്ലെ മാഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷം ആ വിമാനത്തെ പറ്റിയിട്ടുള്ള ഒരു വിവരവും ആർക്കും അറിഞ്ഞിട്ടില്ല. ഇതാണ് പാൻ അമേരിക്കൻ വിമാനമായിട്ടുള്ള ഫ്ലൈറ്റ് 914 കുറിച്ചുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഇതൊരു തള്ളാണെന്ന്. എന്താണ് ഇതിനു പിന്നിലുള്ള സത്യാവസ്ഥ എന്നും നമുക്ക് നോക്കാം. ദ വീക്ക്ലി വേൾഡ് എന്ന് പറയുന്ന ഒരു പത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ പത്രത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം പുറത്തുവിടുന്ന ഒരു പത്രം തന്നെയാണിത്. ഇവർ ആദ്യമായിട്ട് ഈ വിമാനത്തെക്കുറിച്ചിട്ടുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു 1985 അന്ന് ഈ കഥ അത്രത്തോളം വൈറലാവാത്തത് കൊണ്ട് അതിനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് 1992 വീണ്ടും ഒരു പത്രവാർത്തയായിട്ട് ഇവർ പ്രസിദ്ധീകരിച്ചു. അത് ലോക പ്രശസ്തമായിട്ടുള്ള ഫ്ലൈറ്റ് 914 എന്ന മിസ്റ്ററി ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. ഈ പത്രം പുറത്തുവിട്ടിട്ടുള്ള പല വാർത്തകളും നോക്കുകയാണെങ്കിൽ അതെല്ലാം വളരെ രസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. പല കുട്ടികളുടെയും അവയവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന പേരിൽ വരെ അവർ വാർത്തകൾ ഇറക്കിയിട്ടുള്ള ആളുകളാണ്. എന്നിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾ ഇന്നും ഈ പത്രം വായിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നതാണ് ഒരു ചിരിപ്പിക്കുന്ന സത്യം. നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോ? എന്തായാലും നമ്മുടെ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിലും നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.